മൈൻഡ് യു. ഒരു ആർഗ്യുമെന്റ് എനിക്ക് താല്പര്യമില്ല. എനിക്ക് കുറച്ചുകൂടി സമയം വേണം. ഇവിടെ സമയത്തിന്റെ പ്രശ്നമില്ല സിദ്ധാർത്ഥ്. നമ്മൾ തീരുമാനിച്ചതാണ്, നിങ്ങൾ സമ്മതിച്ചതാണ്. അതെ, തീരുമാനിച്ചതാണ്, സമ്മതിച്ചതാണ്, ശരിയാണ്. പക്ഷെ രാവിലെ മുതൽ ഈ കോടതി കൂടെ അടിഞ്ഞു നടക്കാൻ ഞങ്ങള് വക്കീലാടുന്ന സ്വാധീനം ഉപേക്ഷിച്ച് നിങ്ങൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നതിന് നിങ്ങൾക്ക് എന്നോട് വെറുപ്പാടെന്ന് എനിക്കറിയാം. എന്റെ കുഞ്ഞിനെ ഓർത്തിട്ടെങ്കിലും ഇങ്ങനെ ടോർച്ചർ ചെയ്തു. അവളെ ഓർത്തിട്ടുകൂടിയാണ്. ഓ പിന്നെ മകളെപ്പറ്റി എഴുതാം. ഇങ്ങനെങ്ങനെ അഭിനയിച്ചിട്ടില്ല. നിങ്ങളെ കുറിച്ച് അതായത് വേറെ ഒരാളെ കുറിച്ച് വ്യക്തത ചെയ്യുന്നത് നന്നായിട്ടല്ല. അവരെ ഓർത്തിട്ടുണ്ട്. ബർത്ത്ഡേ ഓർത്തു വെക്കുന്നതാണോ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം? എനിക്ക് എന്റെ അമ്മയുടെ ബർത്ത്ഡേ പോലും അറിയാൻ പാടില്ല. അതിനർത്ഥം എനിക്ക് എന്റെ അമ്മയോട് സ്നേഹമില്ലെന്നാണോ? ലക്ഷ്മി, നിനക്ക് നന്നായിട്ട് അറിയാം ഞാൻ എങ്ങനെയുള്ള ആളാണെന്ന്. എനിക്ക് ഞാൻ ഇതൊന്നും കെയർ ചെയ്യുന്ന ആളല്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ? അതൊക്കെ നിങ്ങൾ നല്ലോണം കെയർ ചെയ്യുന്നുണ്ടല്ലേ? അല്ലെങ്കിൽ അവരുമാരൊന്നും നിങ്ങളെ കെയർ ചെയ്താൽ നിങ്ങൾക്ക് നല്ലോണം അറിയാം. ലക്ഷ്മി പ്ലീസ്. എന്താ കൊണ്ടുവണ്ടേ? അല്ലെങ്കിൽ അങ്ങനെ യേശുവിനെ പറ്റി പറഞ്ഞാൽ നിങ്ങൾക്ക് Tara, how are you, Tara? നിങ്ങളെ കുട്ടിയെ പോലും പഠിപ്പിച്ചു. അവളുടെ മുന്നിൽ വെച്ചിട്ടാണോ ഇത്ര നേരം സംസാരിച്ചത്? അതെ, അവളുടെ മുമ്പിൽ വെച്ചാണ് സംസാരിച്ചത്. അത് നിങ്ങളുടെ കുഴപ്പം. അവളുടെ അമ്മയ്ക്ക് പറ്റിയ പൊട്ടത്തരങ്ങളൊക്കെ അവർക്ക് പറ്റാതിരിക്കട്ടെ. അത് നോക്കിയോ അവൾ അതിന്റെ സത്യങ്ങൾ എന്താണെന്ന്? സത്യങ്ങൾ നീ പറഞ്ഞു കൊടുക്കുന്ന സത്യങ്ങളല്ലേ? ഞാൻ പറഞ്ഞു കൊടുക്കുന്ന സത്യങ്ങൾ തന്നെയാണ്. ഞാൻ നിങ്ങൾക്ക് ഒരു കള്ളം പറയാറില്ല. ഞാൻ നിന്നോട് എന്ത് കള്ളം പറഞ്ഞെന്നാണ് ഈ പറയുന്നത്? ഇങ്ങനെ എന്തോ കള്ളം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓ, ഒരു ഉദാഹരണം പറ കേക്കട്ടെ. ഞാൻ പറയണോ? ആ, പറയണം. നിങ്ങൾക്ക് എന്നോട് പ്രേമാണെന്ന് പറഞ്ഞില്ലേ? അതാണ് എന്റെ ലൈഫ് പോയത് ഏറ്റവും വലിയ കള്ളം. How badly it affected me. How it destroyed my life. അത് കള്ളമായിരുന്നില്ല. Should I remember about your experiments with Aditi? നിങ്ങൾ പറഞ്ഞത് കേട്ടിട്ട് എന്നെ ഉപയോഗിച്ച് തുടങ്ങി വന്നതാണ്. നിങ്ങളുടെ ഡിസ്റ്റൻസ് ഒരാൾ മാത്രമായി. നിങ്ങളുടെ അങ്ങനെ എന്ത് വ്യത്യാസമാണ് എനിക്കുള്ളത്?
ലക്ഷ്മി, നമുക്ക് നേരിട്ട് സംസാരിക്കാം. എനിക്കൊന്നും സംസാരിക്കാനില്ല. പ്ലീസ് എനിക്ക് ദ്രോഹിക്കരുത്. പ്ലീസ്. I agree. I agree that I did finish. ഞാൻ നിങ്ങളുടെ പഞ്ചായത്തിൽ വീണ ഒരു കുട്ടിയാണെന്ന് എനിക്കറിയാം. ഇത് ശരിയാണ്. പക്ഷെ ഞാൻ നിങ്ങൾ ഒരിക്കലും ചീറ്റ് ചെയ്തിട്ടില്ല. നിങ്ങൾ ചെയ്യണ പോലെ ചിരിക്കണവന്മാരോടൊക്കെ കിടക്കാൻ പോയിരുന്നെങ്കിൽ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ പേരുണ്ടായിരുന്നു എന്റെ ലിസ്റ്റ്. നിങ്ങൾ മാനം കാക്കാൻ വേണ്ടിട്ട് നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യായിരുന്നല്ലോ. എനിക്ക് അങ്ങനെ ഒരു ദുരഭിമാനവും ഇല്ല. ഓ പ്ലീസ്, നിങ്ങൾക്കത് മാത്രമേ ഉള്ളൂ ദുരഭിമാനം. നിങ്ങൾ ഈ കാണിക്കുന്ന പ്രേമം പോലും ദുരഭിമാനമാണ്. അത് മനസ്സിലാക്കാൻ എനിക്കിത്തിരി വൈകിപ്പോയി. അത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതായത് എന്നെ എങ്ങനെ ദ്രോഹിക്കരുത്. പ്ലീസ്. ലക്ഷ്മി, നമ്മൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കുറ്റം പറഞ്ഞിട്ട് നമുക്ക് രണ്ടുപേർക്കും ഒന്നും കിട്ടാനില്ല. അതെ സിദ്ധാർത്ഥ്, നമുക്ക് ഒന്നും തന്നെ കിട്ടാനില്ല. അതുകൊണ്ട് എന്റെ പാട്ടിനെ വിട്ടേക്ക്. അതിന് ഞാൻ നിന്നെ തടഞ്ഞു വെച്ചിട്ടൊന്നുമില്ലല്ലോ. ശരിയാണ്, തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, സമ്മതിക്കുന്നു. പക്ഷെ അത് എനിക്ക് മാത്രമല്ലല്ലോ പറ്റിയത്, നിനക്കും പറ്റിയിട്ടില്ലേ? അതെ, തെറ്റും പറ്റിയിട്ടുള്ളത് വളരെ ശരിയാണ്. ഞാൻ മാത്രം നിങ്ങൾ എന്നെ ഈ പറയുന്ന ഷോ അല്ലാതെ ഒരിക്കലും സ്നേഹിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഇത് നിർത്താം. നീ ആലോചിച്ചിട്ടുണ്ടോ നമ്മുടെ മോളെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു? നമ്മുടെ മോള് നിന്റെ പറഞ്ഞങ്ങള് നമ്മുടെ മോളാണ് പോലും. അതെന്റെ മോളാ. നിങ്ങളുടെ മോളാണെന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എന്റെ ചെലവാളെ. ഇപ്പൊ സംസാരിക്കുന്നത് നീയല്ല, നിന്റെ ഈഗോ ആണ്. അതെ, എന്റെ ഈഗോ ആണ്. വൈകി പോയി. But now I know that there is something like that. And I love it. I love me. So please, just get out of my life. ലക്ഷ്മി, Don't ever say that word again. it's not a word, it's your name. It is a word. And it means a lot to me. You will never understand. ലക്ഷ്മി, ഞാൻ എന്റെ ഭാഗം ന്യായീകരിക്കാൻ ശ്രമിക്കാമെന്ന് വിചാരിക്കരുത്. ഇതൊരു ഡിബേറ്റും അല്ല. പക്ഷെ ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട് നമ്മുടെ ഇടയിൽ എന്താ പറ്റിയത്. നമ്മൾ പ്രേമിച്ച് നടന്നപ്പോഴത്തെ നമ്മളല്ല നമ്മളിപ്പോ. 10 വർഷം എന്ന് പറയുന്നത് വലിയൊരു സമയമാണ്. പീപ്പിൾ ചേഞ്ച്. അന്നത്തെ ആളിൽ നിന്ന് മുന്നിൽ വന്നു നിന്നാൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പോലും പറ്റില്ല. എനിക്ക് പറ്റും സിദ്ധാർത്ഥ്. ഇതൊന്നും മാറിയിട്ടില്ല. അതെന്റെ കുറ്റമല്ല. ഞാൻ മോക്ക് ചെയ്തതൊന്നുമല്ല. ശരിയാണ്, സത്യമാണ്, നീ മാറിയിട്ടില്ല. സോ നാച്ചുറലി അന്നത്തെ നിനക്ക് ഇന്നത്തെ തന്നെ ഇഷ്ടപ്പെടാനും പറ്റില്ല. അത് തന്നെയാണ് നമ്മൾ തമ്മിലുള്ള പ്രശ്നവും. അതല്ല നമ്മൾ തമ്മിലുള്ള പ്രശ്നം. അതെന്തെങ്കിലും നിങ്ങളെ കൊന്നിട്ട് ജയിലിൽ പോയനെ. You don't want him to do that. Because I still love you. I know that. How do you know that? You're not that with that. എന്റെ മനസ്സിലെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. You love this place. You love this. ഇങ്ങനെയുള്ള സംസാരമൊക്കെ എനിക്ക് ഭയങ്കര പൈങ്കിളിയായിട്ടാണ് തോന്നുന്നത്.
വൈകുന്നേരത്ത് തോന്നാത്ത ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. 3 പേര് ഒരുമിച്ചൊരു കിടക്കയില് കൊണ്ടല്ലേ. ഇനിയുണ്ട് ലിസ്റ്റ കാര്യങ്ങൾ, ഞാൻ പറയട്ടെ, കേൾക്കണം. നമ്മുടെ ഏറ്റവും പ്രൈവറ്റ് ആയിട്ടുള്ള മൊമെന്റ്സിൽ, നമ്മുടെ ഏറ്റവും പ്രൈവറ്റ് ആയിട്ടുള്ള കോൺവെർസേഷൻസിൽ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളാണ് നീ ഇപ്പൊ എനിക്ക് അഗൈൻസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഞാനത് എവിടെയും പറഞ്ഞിട്ടില്ല. നോട്ടിവരെന്റെ തെറ്റി ആ പെറ്റിസിനോട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. എല്ലാവരുടെ ഉള്ളിലുണ്ട് ഒരു പെവേർട്ട്. ആ അതെ, എല്ലാവരുടെ ഉള്ളിലുണ്ട്. ഭൂരിഭാഗം പേരും അത് മറച്ചു വെച്ച് നല്ല പിള്ള ചമഞ്ഞ് ജീവിക്കും. എനിക്ക് അങ്ങനെ ജീവിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല, പ്രത്യേകിച്ച് നിന്റെ മുമ്പിൽ. എന്റെ വൈൽഡസ്റ്റ് ആയിട്ടുള്ള ആനിമൽ ഇമാജിനേഷൻസിൽ എനിക്ക് തോന്നിയ കാര്യങ്ങൾ മുഴുവൻ ഞാൻ നിന്നോട് ഷെയർ ചെയ്തിട്ടുണ്ട്. അത് നിന്നോടുള്ള ട്രസ്റ്റ് കൊണ്ടാണ്. അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഞാൻ നിന്നോട് ഷെയർ ചെയ്തിട്ടുണ്ട്. നിനക്ക് നിന്റെ ഹൃദയത്തെ തൊട്ട് പറയാൻ പറ്റും നീ അത് ഒരിക്കൽ പോലും എൻജോയ് ചെയ്തിട്ടില്ലാന്ന്. അല്ല എന്തേ? നിങ്ങളുടെ ഭാഗം പേരന്യങ്ങൾ അതിന്റെ എനിക്കറിയാം. നീ എപ്പോഴെങ്കിലും എന്നെ വിശ്വസിച്ചിട്ടുണ്ടോ ലക്ഷ്മി? ഒരു ആർഗ്യുമെന്റ് ഞാനില്ല. ഇതൊരു ഒത്തുതീർപ്പുമല്ല. I'm just making my point clear. ഇതിനെ ഇല്ലാത്തില്ല. I want my freedom. നിനക്ക് ഞാൻ ഫ്രീഡം നിന്നിട്ടില്ല എന്ന് മാത്രം നീ പറയുന്നത്. ഈവൻ ഫോർ സംതിങ് യു കോൾ മി എ പെർവേർട്ട്. നിങ്ങളുടെ പെർമിഷന്റെ ആവശ്യമില്ല. And that is not my freedom. മനസ്സിലായല്ലോ? നിങ്ങളെന്തിനാ എനിക്ക് എന്റെ ഫ്രീഡം തരുന്നേ? നിങ്ങൾ ആരാ എനിക്ക് ഫ്രീഡം തരാൻ? എനിക്ക് നിങ്ങളോട് പ്രേമം തോന്നിയപ്പോ ഞാൻ എന്റെ ഫ്രീഡം എന്റെ ചോയ്സ് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ കൊണ്ട് തന്നതാ. അതെനിക്ക് തിരിച്ചു വേണം. അത് വാണ്ട് ഡിവോഴ്സ്. ലക്ഷ്മി നീ എന്താണ് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്? ഞാൻ ഒരു മെയിൽ ഷോവിനിസ്റ്റ് ആണോ? അതാണോ നിനക്ക് വേണ്ടത്? ഇവിടെ പ്രൂവ് ചെയ്യാനൊന്നും ഇല്ല. എന്ത് പ്രൂവ് ചെയ്യാനാണ്? ഒരു തർക്കത്തിന് ഞാനില്ല ചെയ്യാൻ. I'm just saying that I want a divorce. That's it. ശരി, എനിക്കും വയ്യ തർക്കിക്കാൻ. ഡിവോഴ്സ് തരാൻ ഞാൻ റെഡിയാണ്. പക്ഷെ അതിന് നീ പറയുന്ന റീസൺസ് അതെനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഒരു മ്യൂച്വൽ പെറ്റിഷൻ സൈൻ ചെയ്യാനുള്ള കാര്യം 1 വർഷമായിട്ട് ഞാൻ നിങ്ങളുടെ പറഞ്ഞ് നടക്കുന്നത്. എത്ര നാളായി? വേറെ എന്തെങ്കിലും റീസൺ പറയാനായിരുന്നെങ്കിലേ ഡൊമസ്റ്റിക് വയലൻസിന്റെ കേസ് ഞാൻ ഫയൽ ചെയ്തേനെ നിങ്ങളുടെ അഗേൻസ്റ്റ് ആയിട്ട്. നീ എന്നെയും തല്ലിയിട്ടില്ലേ? ഇല്ലേ? അതെ അതെ ഉണ്ട്, ഞാൻ തല്ലിയിട്ടുണ്ട്. മനുഷ്യനങ്ങോട്ട് ക്ഷമപ്പെടുമ്പോഴുണ്ടല്ലോ എനിക്ക് ചിലപ്പോൾ നിങ്ങളെ കൊല്ലാനാണ് തോന്നുന്നത്. ഓ, നിനക്ക് മാത്രം ക്ഷമയോടാൻ പാടുള്ളൂ, എനിക്ക് ക്ഷമയോടാൻ പാടില്ലേ? എന്റെ തലയിൽ കയറുന്ന എന്റെ തല പിന്നെ പൊക്കൽ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? അത് ഞാൻ തല്ലിയിട്ടുണ്ട്. ഒരു ഉറപ്പില്ലേ നിങ്ങൾ ചെയ്ത വൃത്തികളെ പറ്റിയോ ന്യായീകരിക്കാൻ ഒരു ഉറപ്പില്ലേ സിദ്ധാൻ? ഞാനോ നിങ്ങൾക്ക് നിങ്ങളുടെ ഉറപ്പില്ല. അത് ഭയങ്കര സില്ലി ആർഗ്യുമെന്റ് ആണ്. എവറിത്തിങ് ഇസ് റിലേറ്റീവ്. നീ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെയാകുമായിരുന്നു, ഞാൻ ഇല്ലായിരുന്നെങ്കിൽ നീ അങ്ങനെയാകുമായിരുന്നു. എന്തിനാണ് നമ്മളിങ്ങനെ വെറുതെ സംസാരിച്ച സമയം കളയുന്നത്? ലക്ഷ്മി നീ ഒരു കാര്യം ആലോചിക്കണം. നമ്മൾ ശത്രുക്കളെ പോലെയാണ് ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ ശത്രുക്കളാണോ? നമ്മൾ രണ്ടുപേരും പ്രേമിച്ച് കല്യാണം കഴിച്ച ആൾക്കാരാണ്, ഭാര്യ ഭർത്താക്കന്മാരാണ്. നമുക്കൊരു മോളുണ്ട്. നമുക്ക് നമ്മുടെ റിലേഷൻഷിപ്പിന് ഒരു ചാൻസ് കൂടെ കൊടുത്തു. പുതിയ പ്രേമം പൊട്ടിയപ്പോ നിങ്ങൾക്ക് ഷോക്കിൽ തോന്നുന്നതാവും. അടുത്ത വരും ഇതൊക്കെ മാറിക്കും. കാര്യമാക്കാൻ പറ്റില്ല. പിന്നെ എനിക്ക് നിങ്ങളെപ്പോലെ മാർക്കിനോടെ കഴിയുന്നില്ലല്ലോ. അതുകൊണ്ട് പ്ലീസ് ഈ റിലേഷൻഷിപ്പിനെ വിവാഹിതമെന്ന് നോക്കുന്ന ഇതിനില്ല. ഇറ്റ്സ് ഡെഡ്. ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ?
എന്താ നിനക്ക് വേറെ ആരോടെങ്കിലും പ്രേമമുണ്ടോ? നിങ്ങൾ എന്തിനാ ചോദിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. എന്തിനാ? Because you want to compare that person with you. എനിക്കിനി പറയാനൊന്നുമില്ല. ആരെ പറയുന്നതായിട്ട് വീടൊക്കെ നിൽക്കാം. സോ പ്ലീസ് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കട്ടെ. പ്ലീസ് കമന്റ് കണ്ടെത്തി മരുതെന്ന് പറയണം. ഞങ്ങളിങ്ങനെ വീണ്ടും പെരുവഴി നിർത്തരുത്. ഞാൻ വരാം. ഓക്കെ, താങ്ക് യു.